ഹായ് ഫ്രണ്ട്സ്, റേഷൻ കാർഡ് സ്മാർട്ട് ആവുന്നു. ഇനി മുതൽ പഴയ ബുക്ക് രൂപത്തിലുള്ള റേഷൻ കാർഡിന് പകരം പുതിയ ATM കാർഡ് രൂപത്തിലുള്ള സ്മാർട്ട് കാർഡാണ് നിലവിലുണ്ടാവുക. എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും തന്നെ സ്മാർട്ട് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഗൂഗിളിൽ കയറി റേഷൻ കാർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ നേരിട്ട് സൈറ്റിലേക്ക് പോകുന്നതാണ്. ഇവിടെ സിറ്റിസൺ ലോഗിൻ എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജിലേക്ക് പോകുന്നതാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ യൂസർ ഐഡിയും പാസ്വേഡും അടിക്കേണ്ടതായുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല എങ്കിൽ താഴെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ അവിടെ നോ എന്ന് കൊടുക്കുക. ഇവിടെ ആധാർ നമ്പറും റേഷൻ കാർഡ് നമ്പറും ടൈപ്പ് ചെയ്യുക. നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള ഏതൊരാളുടെ ആധാർ നമ്പർ വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. പിന്നീട് താഴെ ഐ അഗ്രി എന്ന് ടിക്ക് ചെയ്യുക. എന്നിട്ട് വാലിഡേറ്റ് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള ഒരു ലോഗിൻ ID ടൈപ്പ് ചെയ്യുക. അടുത്തതായി പാസ്വേഡാണ്. പാസ്വേഡ് ഉണ്ടാക്കുമ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്ററും ഒരു സ്മോൾ ലെറ്ററും ഒരു നമ്പറും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും മൊത്തത്തിൽ 8 ലെറ്ററുകളും വേണം. ഇതേപോലെ 8 ലെറ്ററുകൾ വരുന്ന രീതിയിൽ പാസ്വേഡ് സെറ്റ് ചെയ്യുക. പിന്നീട് നെയിമും ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ക്യാപ്ചയും ടൈപ്പ് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയാവുന്നതാണ്. പിന്നീട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ നമ്മൾ സെറ്റ് ചെയ്ത യൂസർ IDയും പാസ്വേഡും ക്യാപ്ചയും അടിച്ച ശേഷം സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമുക്ക് റേഷൻ കാർഡിൽ എന്തെങ്കിലും തിരുത്തുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ മാറ്റാവുന്നതാണ്. ഇവിടെ മുകളിലായി മെനു എന്ന ഓപ്ഷൻ കാണാം. ഒരു 3 വര കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പ്രിൻ്റ് എന്ന ഓപ്ഷൻ കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻ കാണാം, ഇ കാർഡ് ആൻഡ് PVC കാർഡ് പ്രിൻ്റ് എന്നും സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എന്നും. സർട്ടിഫിക്കറ്റ് വേണ്ടവർക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മുകളിലുള്ള PVC കാർഡ് പ്രിൻ്റ് എന്നിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ 2 ഓപ്ഷൻ കാണാം, ഇ കാർഡ് എന്നും PVC കാർഡ് എന്നും. നമ്മൾക്ക് ATM കാർഡ് രൂപത്തിലുള്ള കാർഡാണ് വേണ്ടതെങ്കിൽ ഇ കാർഡ് എന്നത് പ്രിൻ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ സ്മാർട്ട് റേഷൻ കാർഡ് ഡൗൺലോഡ് ആവുന്നതാണ്. ഇവിടെ യെസ് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് 6 അക്ക പാസ്വേഡ് SMS ആയി വരുന്നതാണ്. ഈ പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾക്ക് സ്മാർട്ട് റേഷൻ കാർഡ് ഓപ്പൺ ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്മാർട്ട് റേഷൻ കാർഡ് ഓപ്പണായി. ഇനി നമുക്ക് ഇത് ATM രൂപത്തിൽ പ്രിൻ്റ് ചെയ്ത് ഉപയോഗിക്കാം. PVC കാർഡ് പ്രിൻ്റ് ചെയ്യാൻ PVC കാർഡ് പ്രിൻ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു പാസ്വേഡ് കൂടെ വരുന്നതാണ്. ആ പാസ്വേഡ് ഉപയോഗിച്ച് PVC റേഷൻ കാർഡ് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ PVC റേഷൻ കാർഡും ഓപ്പണായി. ഇത് പ്രിൻ്റ് എടുത്ത് ലാമിനേഷൻ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്.